പഹൽഗാമിൽ ഭീകരാക്രമണത്തിനിരയായ വിനോദസഞ്ചാരികളെ രക്ഷിച്ചത് സൈന്യമല്ലെന്ന് CPM നേതാവ്. മുണ്ടൂരിലെ CPM നേതാവ് PA ഗോകുൽദാസാണ് വിവാദമായ പ്രസ്താവന നടത്തിയത്. കലിമ ചൊല്ലാൻ അറിയാത്തവരെയാണ് കൊലപ്പെടുത്തിയത് എന്നത് പ്രചാരവേലയാണെന്നും CPM നേതാവ് ആരോപിക്കുന്നു. DYFIയുടെ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു പരാമർശം. ആദ്യം വാക്കുകളിലേക്ക്. ഇതിനൊരു മതത്തിന്റെ നിറം കൊടുക്കാനുള്ള വലിയ പരിശ്രമമുണ്ട്. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു, കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെയൊക്കെ വെടിവെച്ചു കൊന്നു എന്ന മട്ടിലുള്ള പ്രചാരവേല നടക്കണം. ഈ വിഷം വമിപ്പിക്കുന്ന പ്രചാരവേല മതത്തിന്റെ പേരിൽ കലിമ ചൊല്ലാൻ അറിയാത്തോണ്ട് വെടിവെച്ചു കൊന്നു എന്നുള്ള മട്ടിലുള്ളതല്ല. പക്ഷെ ആരാണ് അവിടെ രക്ഷിച്ചത്? നമുക്കറിയാം. പട്ടാളക്കാരില്ല, പോലീസില്ല, CRPF ഇല്ല. തീവ്രവാദികളുടെ കയ്യിലുള്ള ആയുധം പിടിച്ചു വാങ്ങി തന്റെ കൂടെയുള്ള ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ പരിശ്രമിച്ചതിന്റെ പേരിലാണ് അവിടെ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന പോണിവാല കൊല്ലപ്പെട്ടത്. നമ്മുടെ നാടിനെ പ്രതിരോധിച്ചത് പട്ടാളക്കാരല്ല, സംഘികളല്ല, കാശ്മീരിലെ സാധാരണ മനുഷ്യരാണ് ആയുധമെടുത്ത് പ്രതിരോധിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, അങ്ങേയറ്റം രാജ്യവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് CPM നേതാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. DYFIയുടെ പരിപാടിയിലാണ് ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ഈ രാജ്യദ്രോഹ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ നീൽമ, തീർച്ചയായും നമുക്കറിയാം, ഈ പെഹൽഗാം ആക്രമണത്തിൽ കൃത്യമായി മതം ചോദിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നത്. കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു. അവരുടെ മതം ഉൾപ്പെടെ നോക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആക്രമണത്തിന് ഇരയായ ആളുകൾ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷെ എന്നിരിക്കെയാണ് ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുണ്ടൂരിൽ നിന്നുള്ള CPM നേതാവുമായ ഗോകുൽദാസ് കലിമ ചൊല്ലാൻ അറിയാത്തവരെയാണ് കൊലപ്പെടുത്തിയത് എന്നത് പ്രചാരവേലയാണ് എന്ന തരത്തിൽ അത് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഗോകുൽദാസ് പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. അതായത് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഭാരത സൈന്യമല്ല അവിടെ ഈ ആളുകളെ രക്ഷിച്ചത്, അതല്ലെങ്കിൽ സംഘികളല്ല അവിടെ രക്ഷിച്ചത്, അവിടെ പ്രതിരോധം തീർത്തത്. പകരം അവിടെ പ്രതിരോധം തീർത്തത് കാശ്മീരിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് ഗോകുൽദാസ് പറയുന്നത്. തീർത്തും സൈന്യത്തെയൊക്കെ വില കുറച്ച് കാണും. നമുക്കറിയാം, ഈ പെഹൽഗാമിലെ ആക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അവിടേക്ക് ആദ്യം സൈന്യത്തിലോ മറ്റോ ആർക്കും തന്നെ എത്തപ്പെടാതെ, കാരണം നമുക്കറിയാം വിനോദസഞ്ചാര മേഖലയാണ്. ആ വിനോദസഞ്ചാര മേഖലയിൽ പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണം ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ സൈന്യം എത്തിയാണ് അവിടെയുള്ള ആ ജനങ്ങളെയൊക്കെ കൂടുതൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും പിന്നീട് അവിടെ ആ വനാന്തരങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള തിരച്ചിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തുകയും പിന്നീട് നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ശക്തമായ തിരിച്ചടി പോലും നൽകിയത് സൈന്യത്തിന്റെ കൃത്യമായ ആർജവമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നിരിക്കെയാണ് സൈന്യത്തിന്റെ പ്രവർത്തികളെ പോലും വില കുറച്ച് ഈ CPMന്റെ നേതാവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സൈന്യമോ സംഘികളോ ഒന്നുമല്ല അവിടെ പ്രതിരോധം തീർത്തത്, കശ്മീരിലെ ജനങ്ങളാണ്. ഈ കശ്മീരിലെ ജനങ്ങളെയാണ് അവിടെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർത്തും ഈ പെഹൽഗാം ആക്രമണത്തിന്റെ ഒരു ഭാഗത്ത് അതിൽ മതമില്ല, കലിമ ചൊല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പ്രചാരവേലയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വശത്ത് പറഞ്ഞു വെക്കുന്നു. മറ്റൊരു വശത്ത് സൈന്യത്തിന്റെയും മറ്റുമൊക്കെ പ്രവർത്തനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് തീർത്തും വിഘടനപരമായിട്ടുള്ള ഒരു പ്രസ്താവന എന്നുള്ളത് തന്നെയാണ് ഈ CPMന്റെ നേതാവായ PA ഗോകുൽദാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല അരുൺ, വളരെ കൃത്യമായി നമുക്കറിയാം മതം ചോദിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. അത് തീർത്തും നിരാകരിച്ചുകൊണ്ടാണ് ഗോകുൽദാസ് എന്ന CPM നേതാവ് സംസാരിക്കുന്നത്. ഇവിടെ മതമല്ല പ്രശ്നം എന്ന് പറയുകയാണ്. വളരെ കൃത്യമായി ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന CPMന്റെ നയം ഇപ്പോൾ ഗോകുൽദാസിൽ നിന്നുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള പരാതികൾ പോലീസിൽ വന്നിട്ടുണ്ടോ? ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലേ? തീർച്ചയായിട്ടും നിലവിൽ ഗോകുൽദാസിനെതിരെ പരാതിയോ മറ്റോ ഉയർന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ മുണ്ടൂരിലെ CPMന്റെ വലിയ നേതാവാണ് ഈ ഗോകുൽദാസ്. ഗോകുൽദാസിന്റെ ഈ പ്രസ്താവന നവമാധ്യമങ്ങളിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആരും അത്ര കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിലെ വാക്കുകൾ അതേതായാലും വളരെ സമൂഹത്തെ ഭിന്നത സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, വസ്തുതകൾ മറ്റൊന്നാണെന്നിരിക്കെ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പീഡിപ്പിക്കുന്നതിനോ മറ്റോ ഒക്കെ ആയി ബോധപൂർവം
തെറ്റായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേതായാലും കശ്മീരിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ളത് മതം ചോദിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ്. എന്നിരിക്കെയാണ് അങ്ങനെയല്ല എന്ന രീതിയിൽ ഈ ഗോകുൽദാസ് ഒരു ഭാഗത്ത് പറയുന്നത്, മറ്റൊരു ഭാഗത്ത് സൈന്യത്തെ പോലും ഇങ്ങനെ അധിക്ഷേപിക്കുന്നു. സൈന്യമല്ല പ്രതിരോധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ BJP-യോ അല്ലെങ്കിൽ സംഘപരിവാറിനെയോ ഒക്കെ പറയുമ്പോൾ അത് നമുക്ക് രാഷ്ട്രീയമാണെന്ന് കരുതാം. പക്ഷെ ഇപ്പോഴത്തെ സൈന്യം പ്രതിരോധിച്ചില്ല ഈ പെഹൽഗാമിൽ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അത് ഒരു ദേശവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സൈന്യത്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം പെഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം സൈന്യം കൃത്യമായ പ്രതിരോധം അവിടെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ സൈന്യം അവിടെ എത്തിപ്പെട്ടിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം ഒരു സംഭവം നടക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ എത്തിപ്പെടാനൊന്നും സൈന്യത്തിനോ ഒന്നും സാധിക്കുകയില്ല. പക്ഷെ ആ സംഭവം നടന്ന ഉടൻ തന്നെ അവിടേക്ക് സൈന്യം എത്തി മറ്റ് നടപടികളിലേക്ക് കടന്ന ആ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയിട്ടുള്ളത് എന്നിരിക്കെയാണ് ഈ ഗോകുൽദാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അരുൺ, ഈ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയ ഈ ഗോകുൽദാസിന്റെ മറ്റൊരു മുഖം കൂടി മറ്റൊരു വാർത്തയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പണപ്പിരിവിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലും PA ഗോകുൽദാസിനെതിരെ പാർട്ടി അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ ഗോകുൽദാസിനെതിരെ അന്വേഷണത്തിന് തീരുമാനമായത്. ഗോകുൽദാസിനെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ 2 അംഗ കമ്മീഷനെയും പാർട്ടി നിയമിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അരുൺ, ആ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് എടുത്തു പോകേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും നീലിമ, ഈ ഗോകുൽദാസിനെതിരെ പണപ്പിരിവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാർട്ടി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ ഈ ഗോകുൽദാസിനെതിരെ പരാതി ഉയരുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. 2 അംഗ കമ്മീഷനെയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ക്രമക്കേടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണത്തിന് വേണ്ടി 2 അംഗ കമ്മീഷനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഒന്ന് MLA ആയ ഒറ്റപ്പാലം MLA ആയ പ്രേംകുമാറും അതുപോലെ തന്നെ CPM-ന്റെ ജില്ലാ നേതാവായ TM ശശി എന്നിവരടങ്ങുന്ന 2 അംഗ കമ്മീഷനെയാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇതേ പാർട്ടി ഓഫീസ് നിർമ്മാണം, അതായത് മുണ്ടൂരിലെ CPM-ന്റെ ഒരു പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിലാണ് ക്രമക്കേടുള്ളതായിട്ട് ആരോപണം ഉയർന്നിരിക്കുന്നത്. നേരത്തെ ഈ പാർട്ടി ഓഫീസിന്റെ തന്നെ നിർമ്മാണത്തിന് പഞ്ചായത്ത് ഭൂമി കയ്യേറി എന്നത് സംബന്ധിച്ച വാർത്ത നമ്മൾ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് നമ്മൾ ജനം TVക്കെതിരെയൊക്കെ ഈ PA ഗോകുൽദാസും CPM-കാരും വലിയ രീതിയിൽ രംഗത്ത് വരികയും നമ്മളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ മുണ്ടൂരിൽ ഉണ്ടായിരുന്നു. അതേ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിലാണ് ഈ PA ഗോകുൽദാസ് ക്രമക്കേട് നടത്തിയെന്ന പരാതി ഉയർന്നിരിക്കുന്നതും അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 2 അംഗ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ഗോകുൽദാസ് വലിയ ഊരാക്കുടുക്കിലേക്ക് പോയിരിക്കുകയാണ്. രാജ്യവിരുദ്ധ പ്രസ്താവനയുടെ പരിധിയിൽ വരുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് CPM നേതാവ് ഗോകുൽദാസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ അന്വേഷണം വരികയാണ്. ഏതായാലും ഗോകുൽദാസിനെ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയുടെ നാളുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.